ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് പെസഹ. ഇന്നേ ദിവസത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടു കൂടെ നേർന്നുകൊള്ളുന്നു. ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് തൻ്റെ അന്ത്യത്താഴ വേളയിലാണ്. അതിനുശേഷം താൻ മരണത്തിന് കീഴടങ്ങുമെന്നുള്ള ചിന്തയായിരിക്കാം അത്രമേൽ ശ്രേഷ്ഠമായി ആ ഭക്ഷണം കഴിക്കുവാൻ ഈശോയെ പ്രേരിപ്പിച്ചത്. ഇത് തൻ്റെ ഗുരു കാണിച്ചു തന്ന അവസാനത്തെ മാതൃക ആയതുകൊണ്ടാണ് ശിഷ്യന്മാർ അത്രമേൽ പാവനമായി ആ ആചരണം തുടർന്നു കൊണ്ടുപോയതും. എന്തും അവസാനത്തേതാണ് എന്നുള്ള ചിന്ത കുറെ കൂടെ ഗൗരവമായ ജീവിതത്തെ കാണുവാൻ നമ്മെ പ്രേരിപ്പിക്കും. ഇതെൻ്റെ അവസാന ഭക്ഷണമാണ്, അവസാന കൂടിക്കാഴ്ചയാണ്, ഇതെൻ്റെ അവസാന യാത്രയാണ്, അവസാന എഴുത്താണ് എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി മനോഹരമാക്കുമെന്ന് തോന്നുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് ഒരു ലാഘവ ബുദ്ധി വരുന്നതിന് കാരണം ഇനിയും സമയമുണ്ടല്ലോ എന്ന ചിന്തയാണ്. അതുകൊണ്ട് എല്ലാം അവസാനത്തെയാണ് എന്നുള്ള ചിന്ത നമുക്ക് ഉള്ളിൽ സൂക്ഷിക്കാം. ഇനി എനിക്ക് അധികം സമയമില്ല എന്നുള്ള ഒരു ചിന്ത എല്ലാവരെയും കൂടി കാണുവാനും വിശേഷം ചോദിക്കുവാനും സ്നേഹം പങ്കിടുവാനും വഴക്കുകൾ തീർക്കുവാനും നമ്മെ സഹായിക്കും. ഈ പെസഹ തിരുനാളിൽ അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ കുർബാന സ്ഥാപിച്ച ദിനമാണ് പെസഹ. അതുകൊണ്ട് തന്നെ ഇത് പൗരോഹിത്യ സ്ഥാപന ദിനം കൂടിയാണ്. ഒരു പുരോഹിതന്റെ ഏറ്റവും പ്രധാന ഉത്തരവാദിത്തം എന്നുള്ളത് ദൈവജനത്തിനു വേണ്ടിയുള്ള ബലിയർപ്പണമാണ്. ഒരു പുരോഹിതൻ തൻ്റെ വ്യക്തിത്വത്തെ തിരിച്ചറിയുന്നതും വീണ്ടെടുക്കുന്നതും ബലിയർപ്പണത്തിലൂടെയാകണം. വേറൊരു കാര്യം, കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ച് മാമോദിസ സ്വീകരിച്ച എല്ലാവരും ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നുണ്ട്. അച്ചൻ പട്ടം കിട്ടിയവർ ശുശ്രൂഷ പൗരോഹിത്യവും അൽമായർ പൊതു പൗരോഹിത്യവും ഉള്ളവരാണ്. പെസഹ ദിവസം വീട്ടിലെ പെസഹ അപ്പം മുറിച്ചു കൊടുക്കുന്ന കുടുംബനാഥൻ തൻ്റെ പൊതു പൗരോഹിത്യ പദവി വിനിയോഗം ചെയ്യുന്നതിന് തുല്യമാണ്. ഇനി പൊതു പൗരോഹിത്യമാകട്ടെ ശുശ്രൂഷ പൗരോഹിത്യമാകട്ടെ അതിൻ്റെയൊക്കെ അന്തസ്സത്ത ഇത്രയേ ഉള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചു കൊടുക്കുക, പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. എൻ്റെ സമ്പത്ത്, എൻ്റെ സമയം, എൻ്റെ ആരോഗ്യം, എൻ്റെ സൗകര്യങ്ങൾ, എൻ്റെ സ്നേഹം എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചു കൊടുക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും ഈശോയുടെ പൗരോഹിത്യത്തിൽ യഥാർത്ഥത്തിൽ പങ്കുപറ്റുന്നു. അതോടൊപ്പം പൗരോഹിത്യ ധർമ്മം നിറവേറ്റുകയും ചെയ്യുന്നു. മുറിയപ്പെടുന്ന സ്നേഹമാണ് കുർബാന. അതുകൊണ്ട് തന്നെ നമ്മൾ മിശിഹായുടെ ശുശ്രൂഷ പൗരോഹിത്യത്തിലും പൊതു പൗരോഹിത്യത്തിലും പങ്കുപറ്റുന്നവർ, കുർബാന അർപ്പിക്കുന്നവർ കുർബാനയായി മുറിയപ്പെടുന്നു.